പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു വാട്ടർഫാൾസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഉള്ളത് കാളികാവ് അമ്പലക്കടവിനടുത്ത് പാന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കെട്ടിങ്ങലിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തോടൊപ്പം കുട്ടികളൊക്കെ കൊടുന്നുകാണ്ട് നമുക്ക് ഒരു ഉറുപ്പ്യ ചിലവില്ലാതെ എൻജോയ് ചെയ്ത് വെള്ളത്തിൽ ചാടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പാന്ത്രയിലുള്ള ഈ കെട്ടിങ്ങൽ. വലിയ ഒരു ആഴവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയകളിൽ കൊടുന്നിട്ട് നമുക്ക് കുട്ടികളൊക്കെ കൊടുന്നിട്ട് ചാടിച്ചിട്ടും എൻജോയ് ചെയ്യുക, വെള്ളത്തിൽ കളിച്ചിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പാന്ത്ര എന്ന് പറഞ്ഞ ഈ ഒരു കെട്ടിങ്ങലുള്ളത്. ഏതായാലും കുറച്ച് സമയം അവിടെ നിന്നു. അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ കൂട്ടത്തിലൊക്കെ കുറച്ച് നേരം നിന്നിട്ട് വല്ലാത്തൊരു സന്തോഷം. കുട്ടികളിന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ട്. ശനി ഞായറൊക്കെ അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് എന്നാണ് കേട്ടത്. ഏതായാലും നമ്മളൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലൊന്നും അടുത്തുള്ളിടത്തേക്കൊന്നും നമ്മൾ എത്തില്ലല്ലോ. നമ്മൾ വിട്ടോ അല്ല ലോങ്ങിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം. ഈ തൊട്ടടുത്ത് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഏകദേശം ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ഇതുള്ളത്. നമ്മൾ ഇന്നേ വരെ ഇവിടെ പോയിട്ടില്ല. ഫസ്റ്റ് പോയിട്ട് കാണണം. കണ്ടപ്പോൾ വല്ലാത്ത ഒരു ആംബിയൻസാണ് അവിടെ. കാരണം എന്താ വെച്ചാൽ നല്ല അന്തരീക്ഷം. കുറച്ച് നേരം നമ്മളെ മനസ്സിനെ ഒക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം മറന്ന് ഒന്ന് ആനന്ദിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതിനുള്ള ആ ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിനൊക്കെ ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി സന്ദർശിക്കുമ്പോൾ അറിയാത്തവർ വരുമ്പോൾ അവരോടാണ് പറയുന്നത്, ഇത്തരം സ്ഥലങ്ങൾ പരിചയമില്ലാത്തവരും അതിനെക്കുറിച്ച് അറിയാത്തവരും ഏത് സ്ഥലത്ത് ചെല്ലുകയാണെങ്കിലും വെള്ളത്തിലേക്ക് പോകുമ്പോൾ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ധാരണ കിട്ടാതെ എവിടെ നിന്ന് വെള്ളത്തിൽ ചെന്ന് ചാടരുത്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ കുട്ടികൾ തന്നെ എന്നോട് പറഞ്ഞു, ഈ അറിയാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ അപകടം പറ്റുന്ന സ്ഥലങ്ങളാണ്. കുറച്ച് ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ഭാഗത്ത് അവിടെ ചളിയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ അറിയാതെ ചാടിക്കഴിഞ്ഞാൽ ചളിയിൽ പൂന്തിയിട്ട് അങ്ങനെ ഒരുപാട് അപകട മരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഈ ഒരു വാട്ടർഫാൾസ് എന്നല്ല, എവിടെ നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോവുകയാണെങ്കിലും നമ്മൾ എപ്പോഴും കരുതേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാതെ, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരോടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാതെ ഒരിക്കലും വെള്ളത്തിൽ ചെന്നുകൊണ്ട് അപകടത്തിൽ പെടരുത്. വെള്ളത്തിൽ ചെന്ന് ചാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് നീന്താൻ അറിയുന്ന ആളായിരിക്കും, പക്ഷേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നല്ല എക്സ്പേർട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഴികളും പാറക്കെട്ടുകളും അതുപോലെ തന്നെ ചളികളൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്തായാലും അവിടുത്തെ ആളുകളോട് ചോദിച്ചറിഞ്ഞ് നല്ല ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. അതുപോലെ ഈ വെള്ളത്തിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ പൊങ്ങച്ചം കാണിച്ചിട്ട് ഒരു പരിപാടിയും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാത്ത സ്ഥലങ്ങളാവുമ്പോൾ അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് ജീവനുകൾ ഇത്തരം സ്ഥലങ്ങളിൽ പൊലിഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വെള്ളത്തിൽ ചാടലും അതുപോലെ തന്നെ എൻജോയ് ചെയ്യലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളത് ആസ്വദിക്കേണ്ടവരാണ്, അനുഭവിച്ചറിയേണ്ടവരാണ്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ആ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപകടങ്ങൾ നമ്മൾ കാരണം വരുത്തി വെക്കരുത്. നമുക്ക് അപകടം വരരുത്, നമ്മൾ കാരണം മറ്റുള്ളവർക്കും അപകടം വരരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വെള്ളത്തിൽ ചാടാൻ. ഏതായാലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴും വെള്ളത്തിൽ ചാടിയാണ്ട് കുളിക്കുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു ആനന്ദം കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്വിമ്മിങ് പഠിപ്പിക്കണം. കാരണം നീന്തൽ അറിയാത്ത കുട്ടികളൊന്നും ഉണ്ടാകരുത്. ജലാശയ അപകടങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. ഈ നമ്മുടെ സ്വയരക്ഷക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ രക്ഷിക്കാനും വേണ്ടിയിട്ട് നമുക്ക് നീന്തലൊക്കെ അറിയൽ നല്ല കാര്യമാണ്. അപ്പോൾ അവസരം കിട്ടുമ്പോൾ, നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നീന്തണം. അതുപോലെ തന്നെ നല്ല ഒരു എക്സസൈസാണ് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന അതിനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ നീന്തണം. നമ്മളെ ശരീരത്തിനുള്ള വ്യായാമം കൊടുക്കണം. അതുപോലെ തന്നെ ഓടുന്നത് പോലെ തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുക, നമ്മളെ ശരീരത്തിന് നല്ലൊരു പവർ കിട്ടും നീന്തലിലൂടെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി കൊണ്ടുവരണം. ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. കുറഞ്ഞ ആളുകൾ ഇതേപോലെ പോയി വെള്ളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചാടും, കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇരുന്ന് ആനന്ദിക്കും. മറ്റുള്ളവർ ഒരുപാട് ഫോണിലും മറ്റുള്ളതൊക്കെ ആയിട്ട് സമയം അങ്ങനെ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഴയ കാലത്തെ പോലെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാനും അല്ലെങ്കിൽ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇത്തരം ഇതിലൊന്നും വെള്ളത്തിലൊന്നും ചാടിയിട്ട്
ചാടിയിട്ട് ഒരുപാട് ആളുകൾക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇപ്പോൾ പഴയ പോലെ ഇല്ല. സ്വിമ്മിങ് പഠിപ്പിക്കുകയും നമ്മൾ പഠിക്കുകയും വേണം, നമ്മൾ നീന്തിക്കൊണ്ടിരിക്കണം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം. ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പരിസരത്തുള്ള വാട്ടർഫാൾസുകൾ, കുളങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മളെ നാട്ടിൽ ഇതാ ഇപ്പോൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുട്ടികൾ നീന്തൽ പൂർണ്ണമായിട്ടും പഠിച്ചു. അവർക്ക് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ അതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പഠിക്കലും വ്യായാമമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്വയരക്ഷക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ നമുക്ക് രക്ഷിക്കാനും പറ്റും. അപ്പോൾ നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാം. മറ്റുള്ള ഒരു അപകടത്തിൽ, വെള്ളത്തിലൊരു അപകടത്തിൽ എന്തെങ്കിലും ആരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനൊക്കെ നമുക്ക് ഇത് ഉപകരിക്കും. എല്ലാവരും നീന്തൽ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്തരം സ്ഥലങ്ങളിലേക്ക്, അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മേൽ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാത്തവർക്ക് ഇവിടെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് കാളികാവിൽ വന്നിട്ട് അമ്പലക്കടവിനടുത്ത് പാന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കെട്ടുങ്ങലുള്ളത്. അപ്പോൾ കാളികാവിൽ വന്നിട്ട് അന്വേഷിച്ചാൽ കറക്റ്റായിട്ട് എല്ലാവരും പറഞ്ഞുതരും. അപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങളും സന്ദർശിക്കണം. ഈ ഒരു നാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷമൊക്കെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരെ കൂടി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.